സങ്കടകരമായ ഒരു വാർത്തക്ക് കാതോർത്തവരാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ. ശരിയാണോ എന്നറിയില്ല, വാർത്തകൾ നിരന്തരമായി കേൾക്കുന്നു. ഒരു പെൺകുട്ടി ഡിവോഴ്സ് ചെയ്യപ്പെട്ടു, അവൾ ആത്മഹത്യ ചെയ്തു. എന്തായിരുന്നു തലാഖ് ചൊല്ലപ്പെടാനുള്ള കാരണം? അവൾക്ക് നിറം പോരാ, അവൾ കറുത്തവളാണ് എന്ന് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ആക്ഷേപിച്ചു. 19കാരിയായ ഞാൻ ഡിവോഴ്സ് ആയില്ലേ, ഇനി ഞാൻ എന്തിനു ജീവിക്കണമെന്ന് ചോദിച്ച് അവൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ശരിയാണെന്നല്ല, ന്യായീകരണമില്ല. ഈ വാർത്തകളിൽ എത്ര കണ്ട് ശരിയുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് അത്തരം ഒരു പരാമർശമുണ്ടായാൽ അത് വളരെ അപമാനമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന മതം ഇതല്ല. അറിയോ, സഫിയ ബിൻതു ഹുയൈ പ്രവാചകന്റെ ഭാര്യമാരിൽ ഒരാളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ സഫിയ ബിൻതു ഹുയൈനെ കുറിച്ച് ഒരു വാചകം പറഞ്ഞു. എന്താ അറിയോ, അവൾ കുറിയവളാണ്, ഖസ്വീറയാണ്, ഉയരല്ലാത്തവളാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ വാചകം കേട്ടപ്പോ പ്രവാചകൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ലഖദ് ഖുൽതി കലിമ, ആയിഷ നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, ലൗ മുസിയത് ബിമാഇൽ ബഹരി ലമസജ്തുഹു, അത് കടലിൽ കലക്കിയാൽ കടൽ മലിനമാകും. ഇതിന് ആ ഉയരം കുറഞ്ഞോളല്ലേ എന്ന ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞ മറുപടിയാണ്, അത് കടലിൽ കലക്കിയാൽ കടൽ മലിനമാകും. ഒറ്റ വാക്കിന്റെ ഗൗരവമാണ്. ഒരാളെയും നിറത്തിന്റെ പേരിൽ ആക്ഷേപിക്കാൻ പാടില്ല. അപ്പൊ ആൾക്കാരിങ്ങനെ ബോഡി ഷെയ്മിങ് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരാറുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം 1400 കൊല്ലങ്ങൾക്കപ്പുറം ലോകത്തെ എല്ലാ മനുഷ്യരെയും, കറുത്തവനും വെളുത്തവനും ഉയരം കുറഞ്ഞവനും കൂടിയവനും യൂറോപ്യനും അമേരിക്കനും ആഫ്രിക്കനും ഇന്ത്യനും ഏഷ്യനും ഓസ്ട്രേലിയനും എല്ലാവരും അറബിയും അനറബിയും അല്ലാഹുവിന്റെ അടിമകളാണ്. ഇന്ന റബ്ബക്കും വാഹിദ് വ അബാകും വാഹിദ്. അതാണ് ഇസ്ലാമിന്റെ തത്വം എന്ന് പറയുന്നത്. പുതിയ കാലം എന്താണ്? മതത്തെ വിമർശിക്കുന്നവർ, ദീനിനെ അവജ്ഞയോടുകൂടി കാണുന്നവർ, മതനിയമങ്ങളെ പുച്ഛിച്ചു തള്ളുന്നവർ, ചുണ്ട് ചുവന്നവർക്കേ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുള്ളൂ എന്ന് സമൂഹത്തിൽ പറയാതെ പറയാൻ ശ്രമിക്കുകയാണ്. അതിനല്ലേ ചായ വെച്ച് നടക്കുന്നത്? എന്താ, ചുണ്ടിന് ചുവപ്പ് നിറമില്ലെങ്കിൽ അവൾ പോരാത്തവളാണ്. എന്തിനാ മുഖത്ത് പുട്ടിയടിച്ച് വിലയേറിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നത് എന്തിനാ? വെളുത്ത നിറമില്ലാത്തവൻ സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളാത്തവനാണ് എന്ന ഒരു തെറ്റായ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഈ സമൂഹത്തിന് കൊടുക്കുന്നുണ്ട്. ഇന്നൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോ അവരാണ് ഭയങ്കര ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത്. ചുണ്ടു ചുവക്കാത്തവനും മനുഷ്യനാണ്, നിറം കറുത്തുപോയവനും മനുഷ്യനാണ്, ഉയരം കുറഞ്ഞവരും മനുഷ്യരാണ്, കണ്ണിന് കാഴ്ചയില്ലാത്തവനും മനുഷ്യനാണ്, കാതിന് കേൾവിയില്ലാത്തവനും മനുഷ്യനാണ്, കൈയില്ലാത്തവനും കാലില്ലാത്തവനും മനുഷ്യനാണ്. ഇത് പഠിപ്പിച്ചത് ഇസ്ലാമാണ്. ഇസ്ലാമിക സമൂഹത്തിൽ പ്രവാചകൻ ജീവിച്ച് കാണിച്ചു കൊടുത്തതാണ്. ഒരു നടക്കാത്ത ഉട്ടോപ്യനാശയമല്ല മുഹമ്മദ് നബി ചെയ്തത്. പ്രവാചകനും പ്രവാചകന്റെ സമൂഹവും അത് കാണിച്ചു കൊടുത്തു. തെറ്റായ മെസ്സേജ് കൊടുക്കുന്നവർ, അവർ തന്നെ അതിനെതിരെ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ, അത് യാതൊരുവിധ ആത്മാർത്ഥതയുമില്ലാത്ത കാപട്യത്തിന്റെ വാക്കുകളാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. യഥാർത്ഥ സമത്വത്തിന്റെയും യഥാർത്ഥ തുല്യനീതിയുടെയും ആശയം ഇസ്ലാമിനകത്താണുള്ളത്. മതത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നവർക്ക് അത് നടപ്പിലാക്കാൻ സാധിക്കും. ഇത് പറയുന്നത് എന്താ? 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞതാ പ്രശ്നം. ഇതിനെ കൂട്ടിക്കെട്ടുന്നത് എന്താണോ ചർച്ച ചെയ്യേണ്ടത് അത് ചർച്ച ചെയ്യാതിരിക്കും. ഒട്ടും ആവശ്യമില്ലാത്ത തങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചില അജണ്ടകൾ ഇതിന്റെ ഉള്ളിലൂടെ കടത്താൻ ശ്രമിക്കുന്നു. 18 വയസ്സായാൽ പെണ്ണിട്ടിക്ക എന്താ അത്ര ധൃതി? 19 വയസ്സായാൽ കെട്ടിച്ചുവിടാൻ എന്താ അത്ര ധൃതി? ഇതാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. അതാണോ പ്രശ്നം? അതാണോ പ്രശ്നം? ഒരാൾക്ക് 18 വയസ്സായാൽ വിവാഹം ചെയ്യണമെന്ന് ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താ അതിൽ തെറ്റ്? പ്രശ്നം അതാണോ? ഇതേ വിവാഹം ഇത് പ്രശ്നമാണെന്ന് 21 കഴിയട്ടെ, 24 കഴിയട്ടെ, 25 കഴിയട്ടെ എന്ന് രക്ഷിതാക്കളെ ഉപദേശിക്കുന്ന ചില ഗുണദോഷിച്ച് നടക്കുന്ന ചില ഉപദേശികളുണ്ട്. അവരുടെ ഏതെങ്കിലും ഒരു കുട്ടി 14 വയസ്സുകാരി പ്രണയിച്ചാലോ, ഏതെങ്കിലും ഒരു കുട്ടിയായിട്ട് അഫയർ ആയാലോ ഇത് പ്രശ്നമല്ല, ഇത് പ്രണയം മഹത്വരമാണ്. 16കാരി ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയാലോ അത് ഭയങ്കര മഹത്വമായ സംഭവമാണ്.
18 വയസ്സായ ഒരാൾ ലിവിംഗ് ടുഗദറിൽ ഏർപ്പെട്ടാലോ കല്യാണമൊന്നും വേണ്ട, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ വിവാഹരഹിത ജീവിതം നയിക്കാനാണോ, അതിനെ എല്ലാ മീഡിയകളും സപ്പോർട്ട് ചെയ്യും, അതിനെ എല്ലാ ആക്ടിവിസ്റ്റുകളും പ്രോത്സാഹിപ്പിക്കും. അപ്പോ ലിവിംഗ് ടുഗദർ പ്രശ്നമല്ല, പ്രേമം പ്രശ്നമല്ല, ഒളിച്ചോട്ടം പ്രശ്നമല്ല, പിന്നെ സ്വവർഗ വിവാഹം പ്രശ്നമല്ല. 19ഉം 18ഉം വയസ്സായ 2 പെൺകുട്ടികൾ കല്യാണം കഴിച്ചപ്പോ ആഘോഷിച്ചു. എന്നിട്ടോ 18 വയസ്സായ കല്യാണം കഴിച്ചാൽ മാത്രം പ്രശ്നം. ലക്ഷ്യം വേറെയാണ്, അജണ്ട വേറെയാണ്. എന്നിട്ട് യാതൊരു ബോധമില്ല നമ്മളൊക്കെ അതിൽ പോയി ഈ ചതിക്കുഴിയിൽ നമ്മൾ പോയി